അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച വിശേഷങ്ങളാണ് കേട്ടോ. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു റീചാർജ് ചെയ്യും, നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്ത് ഉഷാറാക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അടുത്ത തിങ്കളാഴ്ച മുതൽ വർക്കിംഗ് ഡേയ്സ് തുടങ്ങി. അപ്പം വർക്കിംഗ് വുമൺസ് ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടാകുമ്പം അമ്മമാർക്കാണെങ്കിലും ആ ഒരു തിങ്കളാഴ്ച ദിവസം നല്ല ഉഷാറിൽ തുടങ്ങാനും ആ ഒരാഴ്ച നല്ല ഉഷാറോടെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഞായറാഴ്ച കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ച് പ്രീ പ്ലാനിങ്ങും പ്രീ പ്രിപ്പൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉഷാറാക്കാം നമുക്ക് സംഗതി. അങ്ങനത്തെ ഒരു ഞായറാഴ്ചത്തെ ഒരു റീചാർജിങ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അച്ഛൻ്റെയും മക്കളെ ഒച്ചപ്പാടൊന്നും കേൾക്കാണ്ടായാലും ഞാനൊന്ന് പുറത്തേക്ക് പോയി നോക്കിയതാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ മേലോട്ടാണ് നോക്കിയത്. ആകാശത്ത് കാക്ക വെള്ള ട്രൗസർ ഇട്ടിട്ട് പറക്കണുണ്ടോയെന്നാണ് ആദ്യം നോക്കിയത്. എന്ത് പറയുമ്പോൾ സംഭവിച്ചതെന്നറിയില്ല. എന്തായാലും അച്ഛനും മക്കളും അവിടെ ഇടവഴിയൊക്കെ വൃത്തിയാക്കാൻ നിന്നതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അധികം തിരിഞ്ഞു കളിച്ചാൽ എൻ്റെ വെട്ടം വെളിച്ച് അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പണിയെടുക്കണവർ അവിടുന്ന് പണി മതിയാക്കി പോകും. അപ്പോൾ പിന്നെ ഞാൻ പണിക്ക് നിന്നില്ല. അത് നമ്മളെ ശരീരത്തിന് ഹാനികരമാണെന്ന് തോന്നിയതോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുങ്ങി നമ്മൾ നേരെ അടുക്കളയിൽ പൊങ്ങിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. പണിക്കാർ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ നന്ദൂട്ടൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ കുഴക്കട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുഴക്കട്ടയാണ് ഇന്ന് ഉണ്ടാക്കണത്. അല്ല, ഇതിലിപ്പോൾ വേറെ സംഗതി ഉണ്ട്. ഏട്ടന് ഈ മധുരം അത്ര ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് കുത്തിരിക്കണ സമയത്ത് നെറ്റി ചുളിക്കാൻ സാധ്യത ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാഗ്രഹം ഇടയ്ക്ക് നടക്കണ്ടേ. ഞാനും നന്ദുക്കെ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. രാവിലെ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ അടയാണെങ്കിൽ ഏലാഞ്ചി ആണെങ്കിലും കൊഴക്കട്ടയാണെങ്കിലൊക്കെ കട്ടൻ്റെ കൂടെ ചിലവാവണ സംഗതിയാണ്. പക്ഷെ രാവിലെ അത്ര അങ്ങോട്ട് ചിലവാവില്ല. ഷിഗിയോ ഏട്ടൻ്റെ പക്ഷത്തേക്ക് ഇപ്പം ചായ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. മധുരം ഉള്ളതാകുമ്പോൾ ഓക്കും ഒരു വലിയൊരു ഇഷ്ടമില്ലാത്ത പോലെ. കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ആ മനസ്സറിഞ്ഞ് കഴിക്കാമെന്നറിയില്ല, അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മളാഗ്രഹം നടത്തണമല്ലോ. അപ്പം ഞങ്ങളിതാ ഞാനും നന്ദൂട്ടനും തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് കുഴക്കട്ടയാണ്. മധുരത്തിൽ നല്ല സ്റ്റഫ് ചെയ്തിട്ടുള്ള കുഴക്കട്ട ഉണ്ടല്ലോ, തേങ്ങയും ശർക്കരയും. പറയുമ്പോൾ തന്നെ എന്താ അന്തസ്സില്ലേ. തേങ്ങയും ശർക്കരയും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ഏലക്കായും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ട് റെഡിയാക്കുക. അതിൻ്റെ കൂടെ ഇതാ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ. ഈ അരിനേക്കാളും ഗോതമ്പ് പൊടിയാണ് ആ ഒരു തേങ്ങയും ശർക്കരയൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് യോജിച്ച് പോണ ആളെന്ന് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് മാവൊക്കെ റെഡിയാക്കിയതാ. ഇതുപോലെ ഏകദേശം ഒരു പറ്റുന്ന ഒരു പരുവത്തിൽ കേട്ടോ, കയ്യിൽ ചെറുങ്ങനെ ഒന്ന് പറ്റുന്ന പരുവത്തിൽ വേണം. ആ ഒരു ചപ്പാത്തിൻ്റെ അത്ര അങ്ങോട്ട് കട്ടിയിലല്ല, ഇങ്ങനെ ഏകദേശം ഒന്ന് പറ്റുന്ന പരുവത്തിൽ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി ഇനി അതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ഫില്ല് ചെയ്തിട്ട് ആവിയിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ചൂടോടെ തന്നെ അത് കഴിക്കണം. കട്ടനും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ച് സംഗതി. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടികൾ അവിടെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നമുക്ക് വന്ന 1-2 കമൻസ് ഇന്നൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടോ. വേറൊന്നല്ല, അബി പണ്ടത്തെ ആ ഒരു ഉഷാറില്ല, വോയിസിൽ ആ ഒരു ഉഷാറ് കിട്ടണില്ല. അതുപോലെ തന്നെ അബീൻ്റെ ടു ഡു ലിസ്റ്റും പ്രീ പ്രിപ്പറേഷൻസൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസൊക്കെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഞങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്ന വീഡിയോസ് ഇനി അങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനും ആലോചിച്ച സമയത്ത് സംഗതി ശരിയാണ്. വീഡിയോ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണ്ടത്തെ ആ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റൊട്ടീൻ, പ്രൊഡക്റ്റീവ് ഈവനിങ് റൊട്ടീൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറവല്ലേ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റീവ് എന്നുള്ള ആ ഒരു വേർഡ് നമ്മളെ ആ ഒരു ലൈഫിൽ നിന്ന് പോയതോടു കൂടിയാണ് അങ്ങനത്തെ വീഡിയോസ് മിസ്സായി തുടങ്ങിയത്. അപ്പോൾ ഈ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്മളെ ക്ലീനിങ്ങിൻ്റെ ആണെങ്കിലും രാവിലെ തന്നെ പണികളൊക്കെ തീർത്ത് നമ്മൾ ആ ഒരു ദിവസം നല്ല പ്രൊഡക്റ്റീവാക്കി അങ്ങനെ മാനേജ് ചെയ്യണത് കാണുമ്പോഴാണെങ്കിലൊക്കെയാണ് ഇങ്ങൾക്കൊരു മോട്ടിവേഷൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴാണ് കാണുന്ന നിങ്ങൾക്കൊരു ഉഷാറുണ്ടാവുക. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് ആ പണ്ടത്തെ എന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇന്നത്തെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് ഒന്ന് റീചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ച നമുക്ക് ഈസി കോസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നതും അതൊക്കെ ഇപ്പം മിസ്സിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് അലമ്പായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചിട്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞായറാഴ്ച ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരാഴ്ച നമുക്ക് സുഖമായിട്ട് ഈസി കോസി ആയിട്ട് എന്താ പറയുക നല്ല റിലാക്സ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ ഉഷാറാക്കാം. നമുക്ക് പണ്ടത്തെ ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള റൊട്ടീനും കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരണം. ആ ഒരു
ലൈഫിലേക്ക് എത്തിപ്പിടിക്കണം. അതിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങി വെച്ചല്ലോ അല്ലേ. നമ്മളെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് മെനു പ്ലാൻ എങ്ങനെ റെഡി ആക്കാന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം മുതൽ തന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 3 വീഡിയോ, ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഇടണം എന്നാണ് ഞാനൊരു ടാർഗറ്റ് വെച്ചത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ ആഴ്ച ഇപ്പം ഒരു വീഡിയോ കഴിഞ്ഞ് ഇത് 2ാമത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് വീഡിയോൻ്റെ എണ്ണം കൂട്ടി വരാം. ഇപ്പം ഞാൻ ടാർഗറ്റ് ചെയ്തത് ആഴ്ചയിൽ ഒരു 3 വീഡിയോ വെച്ചിട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 2 ആഴ്ചത്തേക്കുള്ള മെനു പ്ലാൻ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞൊരാഴ്ച അതിൻ്റെതായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരാഴ്ച നമുക്ക് മെനു പ്ലാനൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ കൂടെ ഈ ഒരാഴ്ചത്തേക്കുള്ള 2 ആഴ്ചത്തേക്കുള്ള മെനു പ്ലാനാണ് നമ്മൾ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കും കൂടിയുള്ള മെനു പ്ലാൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊന്ന് റീഫിൽ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നാളത്തെ ദിവസത്തേക്കുള്ള കുറച്ച് പ്രീ പ്ലാനിങ്ങും, അതായത് തിങ്കളാഴ്ച ദിവസത്തേക്കുള്ള കുറച്ച് പ്രീ പ്ലാനിങ്ങും പിന്നെ കുറച്ച് പ്രീ പ്രിപ്പും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. അതുകൂടാണ്ട് എനിക്ക് ഗിൽറ്റി ഫീൽ വന്ന ഒരു ഏരിയ ആണ് ഫാമിലി ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ടൈം ഇപ്പം ഞാൻ സ്പെൻഡ് ചെയ്യണില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഒരു ഗിൽറ്റി ഫീൽ വരലുണ്ട് കേട്ടോ. അപ്പോൾ അത് സംഗതി വേറെ ഒന്നല്ല, നമ്മൾ കുറച്ച് സമയം ഫോൺ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്കിപ്പം കാര്യമുള്ള എഡിറ്റിങ്ങിനാണ് ഫോൺ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കൊളാബറേഷനൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇപ്പം കുറച്ചൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ 3 വീഡിയോ ഒക്കെ വെച്ച് ചെയ്യണതിനെ കൊണ്ട് അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചധികം ടൈം ഞാൻ ഫോണുമായിട്ട് യൂസ് ചെയ്യണതിനെ കൊണ്ട് ഞാൻ ഫാമിലിക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം ഞാൻ ഫാമിലിക്ക് കൊടുക്കണില്ല എന്നുള്ള ആ ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മക്കളെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഒന്നാമത് ആ ഒരു മൂഡ് സ്വിങ്സ് വരുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗമായിട്ടായിരിക്കും ചിലപ്പം. എന്നാലും ഞാൻ വിചാരിക്കണത് ഇന്ന് ഞായറാഴ്ചയല്ല, അപ്പം ഞാനൊരു ചെറിയൊരു മൂവി ടൈം പോലെ ഒരു ഫാമിലി മൂവി ടൈം പോലെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഇതിപ്പോൾ പറഞ്ഞിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണത്, സംഗതികളൊക്കെ നമുക്ക് കണ്ടറിയല്ലോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു പ്ലാനിങ്, ഇന്നത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മളെ ചായക്കുള്ള കുഴക്കട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയായി, കട്ടനൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ രാവിലത്തെ ചായ കൂടി അങ്ങനെ അങ്ങോട്ട് കഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ നമ്മൾ വൃത്തിയാക്കിയ സ്ഥലത്തൊക്കെ കാണിച്ചു തരണ്ടേ. സംഗതി വലിയ കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷെ നമ്മൾ ചെയ്യേണ്ട അത്ര ഒരു പെർഫെക്ഷൻ അത് വന്നിട്ടില്ല. എന്നാൽ ആ കാട് പിടിച്ച സംഗതികളൊക്കെ അങ്ങോട്ട് പോയിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതുമ്മൽ മൊഞ്ച് കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പണിയും നമ്മളെ സമയമൊക്കെ അവിടെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്ര മൊഞ്ചാക്കിയാൽ മതി, ഇനിയും പുല്ല് പൊടിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് അലക്ക അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം നട്ടപ്ര വെയിലാണ്. അപ്പം ഈ വെയിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മൂപ്പരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് മേലെ കൊണ്ട് ആറിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കയ്യോടെ നമുക്കത് മടക്കി നമ്മൾ അൾമാരിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അലക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. അലക്ക് കഴിഞ്ഞ പാടന്നെ ഫുള്ള് നനഞ്ഞ് അന്നേരം പിന്നെ നല്ലൊരു കുളി അങ്ങോട്ട് കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദശികമോക്ക് നമുക്ക് ഡാൻസിന് പോകാനുള്ള സമയമായി. അപ്പോൾ അച്ഛൻ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉഷാറിലോക്ക് നല്ല ഇഷ്ടത്തോടെ പോണതാണ് കേട്ടോ. ആരും നിർബന്ധിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് ചോദിക്കുക എപ്പോഴാണ് ഡാൻസ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഡാൻസ് ക്ലാസ്. ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഉണ്ടാവും ക്ലാസ്. അപ്പോൾ അങ്ങനെ ഇതാ ഓള് ഡാൻസിന് പോയി. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഓൾ എത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ മേലെ കൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മഴ പാറിയിട്ടാം. ഇന്ന് നട്ടപ്ര വെയിലാണ് നമ്മളെ വായുകൊണ്ട് പറഞ്ഞതോടുകൂടി മഴയും അങ്ങോട്ട് ചാറി. അപ്പോൾ പിന്നെ എന്തായാലും അതും കഴിഞ്ഞേരം പിന്നെ ഇതാ മേലെ കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് ആറിടാണ്. ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ആറിടുന്നതിനെ കൊണ്ട് അങ്ങനെ നനയൊന്നുമില്ല കേട്ടോ. ഷീറ്റ് ഇടുമ്പം തന്നെ ഞാൻ കുറച്ച് ചാടിച്ചിട്ട് ഇടാൻ അവരോട് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നനയൊന്നുമില്ല. ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ സമയം ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിട്ടലുണ്ട്. മഴയാണെങ്കിലും അങ്ങനെ ഉണങ്ങി കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പണി കയ്യോടെ അങ്ങോട്ട് ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അകമൊക്കെ ഒന്ന് അടിച്ചു വരാം. രാവിലത്തെ ആ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, പെട്ടെന്ന് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ച് രാവിലത്തെ ആ ഒരു ക്ലീനിങ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അടിച്ചു വാരൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം വന്ന് കണ്ട കാഴ്ചയാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അത് എടുത്തോടത്തേക്ക് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രഷറും കൊണ്ട് കയറാൻ തുടങ്ങും. അച്ഛനും മോനും കൂടി കുറേ നേരമായി ഇതിൻ്റെ മുകളിൽ കളിക്കാൻ കുത്തിരുന്നിട്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞാലാണ് രണ്ടാൾ എണീക്കുക. ഇരുത്തത്തിൽ കുറേ നേരം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് അങ്ങോട്ട് കളിച്ചാളും. അപ്പോൾ രണ്ടാളും കണക്കാണ്, അച്ഛനും കണക്കാ കാര്യത്തിൽ മോനും കണക്കാം. അപ്പോൾ ഞാനിത് എടുത്ത് കൊണ്ടുവരുമ്പോഴേ പറഞ്ഞിരിക്കണേ, എടുത്ത് കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടേക്കണേന്ന്. രണ്ടാൾ ഞാൻ ആറിടാൻ പോയ തക്കത്തിന് രണ്ടാൾ എസ്കേപ്പ് ആയതാണ്. അപ്പോൾ പിന്നെ ഇത് അനാഥപ്രേതം പോലെ ഇത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ. കഷ്ടകാലത്തിന് ശിഖപ്പ ഡാൻസൊക്കെ കഴിഞ്ഞുകൊണ്ട്
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കൊരു പരക്കം പാച്ചിലുണ്ട്. ആ സമയത്ത് ഇതൊക്കെ കാൽമലേക്ക് വീണാൽ നല്ല വെയിറ്റുള്ള സാധനമല്ലേ, കാൽമലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ വേഗം അതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ച് ആ ഒരു അടിച്ച് വാരലും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് സ്വസ്ഥം സമാധാനം. പിന്നെ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ എന്തായാലും പുറത്തുനിന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ട്, നിശ്ചയമുണ്ട്, അപ്പോൾ അവിടെ പോവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ലേ വെക്കണ്ടു. അപ്പോൾ കുറച്ച് മുട്ട ഉണ്ട്, കുറച്ച് കായമാരി ഉണ്ട്, എന്നാൽ പിന്നെ മുട്ട ബിരിയാണീനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച് സംഗതി വേഗം കഴിയല്ലോ. അപ്പോൾ അങ്ങനെ വേഗം മുട്ട ബിരിയാണിയൊക്കെ വേഗം, പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നെ വേഗം ഒരു അരമണിക്കൂർ പോലും വേണ്ട, പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റായി. ഉച്ചക്ക് പിന്നെ ബിരിയാണീൻ്റെ മണം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ പിന്നെ അത് പിന്നെ എന്ത് ബിരിയാണി ആയാലും വേണ്ടില്ല, മുട്ട ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും അതെന്തായാലും വേണ്ടില്ല, കുട്ടിയൊക്കെ പിന്നെ ഒരു വിശപ്പിൻ്റെ വിളി കൊണ്ട് വരാനുണ്ട് ആ മണം കൊണ്ട് മൂക്കിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ വേഗം ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങനെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഏട്ടനെ വിളിയോട് വിളി. ഇന്നിപ്പോൾ നമ്മൾ ഫിലിമൊക്കെ കാണാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു മൂവി ടൈം പോലെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ വിളിയോട് വിളിയേനി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ കരിക്കിൻ്റെ സാമർത്ഥ്യശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, അപ്പോൾ അത് കാണാമെന്നാണ് കേട്ടോ പ്ലാൻ ഇട്ടത്. അങ്ങനെ ഇതാ ഞങ്ങൾ മൂവി ടൈം അയക്കണേ. അപ്പോൾ ടി വി ഒക്കെ സെറ്റപ്പാക്കി വെച്ച് നന്ദൂട്ടനും ഞാനും അടി ഉണ്ടാക്കണത് വേറെ തന്നെയല്ല കേട്ടോ. ഓൻ ഈ തിയേറ്ററിൽ കുത്തിരുന്ന് കാണുന്ന ആ ഒരു ഫീലിൽ കാണണമെന്നും പറഞ്ഞിട്ട് ബ്ലൈൻഡ്സൊക്കെ ക്ലോസ് ചെയ്ത് ഫുള്ളി ഇരുടാക്കി വെച്ചിരിക്കുകയാണ്. ലൈറ്റൊന്നും ഇടണ്ട, ഫുള്ളി ഇരുടാക്കിയിട്ട് ഇരുട്ടത്തിരുന്ന് കാണുന്ന പോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓൻ തന്നെ വിജയിച്ച്. ഞാൻ പറഞ്ഞ അത് വേണ്ട, കുറച്ച് വെളിച്ചം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് സമ്മതിക്കണില്ല മൂപ്പര്. അങ്ങനെ ഓൻ മൊത്തം ഇരുടാക്കി ആ ഒരു തിയേറ്ററിൽ കുത്തിരുന്ന് കാണുന്ന ഫീലിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എത്ര നേരം ഞാനിങ്ങനെ കുത്തിരിക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഞങ്ങൾ കുറേ കാലമായി ഞാനിങ്ങനെ ഇതുപോലെ ഇരുന്ന് ടി വി ഒക്കെ ഒന്ന് കണ്ടിട്ട്. പക്ഷേ പകുതി എത്തിയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് പോന്നിക്കണ്. വേറെ ഒന്നല്ല, എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്തൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പകുതി എത്തിയില്ല തോന്നുന്നു. അതിന് മുമ്പേ ഞാൻ എണീറ്റിട്ട് ഞാൻ പറഞ്ഞാൽ പോപ്കോൺ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോന്നിട്ട് പിന്നെ വേഗം കഴിയല്ല പരിപാടി. അപ്പോൾ ആ ഒരു ഫീലും പിന്നെ ഇൻ്റർവെൽ, എനിക്ക് പണ്ടേ ഞാൻ ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർവെൽ ആവാൻ കാത്തിക്കും. സിനിമയിലായിരിക്കില്ല പിന്നത്തെ കോൺസെൻട്രേഷൻ, ഇൻ്റർവെൽ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ കുറിക്കല്ലോ. അപ്പോൾ അതിനിങ്ങനെ കാത്തു കുത്തിരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് സിനിമ പകുതിയൊന്നും ആയില്ല, അപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് പോകുന്നുണ്ട്. ഞാൻ പോപ്കോൺ ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് ഞാനിങ്ങോട്ട് എണീറ്റ് പോകുന്നു. നമ്മൾ കുക്കറിൽ പെട്ടെന്ന് കഴിയല്ലോ പരിപാടി. അപ്പോൾ അങ്ങനെ ഇതാ കട്ടനൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടനും അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച് കട്ടനും ഇട്ട് പോപ്കോണൊക്കെ റെഡിയാക്കി. പിന്നെ കുറച്ച് സമയം കൂടി ഇരുന്ന് ടി വി ഒക്കെ കണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവർ അച്ഛനും മക്കളൊക്കെ ടി വി കാണാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ ഈ കണ്ട സിനിമ തന്നെ പിന്നെയും കാണാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എക്സ്പ്രഷൻ ഇടുക. എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോവില്ല. പിന്നെ ആ സിനിമ എത്ര നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അത് പിന്നെ ഇരുന്ന് കാണാൻ എന്നുള്ള പരിപാടിയില്ല. അപ്പോൾ ഓരെന്തായാലും സിനിമ കാണുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് വേറെ പരിപാടിക്കായിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏട്ടന് സാധനം വാങ്ങാൻ കൊടുത്തിന് കേട്ടോ, ലിസ്റ്റ് കൊടുത്തിന്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സാധനമൊക്കെ എത്തിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വേണ്ടി വന്നില്ലേന് കേട്ടോ. അതാ കുറച്ച് സാധനങ്ങൾ, മുതിര, കുറച്ച് ചെറുപയർ, പിന്നെ പരിപ്പ്, പിന്നെ അൽഫാമിൻ്റെ ഒരു ഇൻസ്റ്റൻ്റായിട്ട് അൽഫാം ഉണ്ടാക്കാനുള്ള ഒരു പാക്ക് വാങ്ങിയിരിക്കണം. പിന്നെ ഗ്രാമ്പൂ, പെരിഞ്ചീരകം, അങ്ങനെയുള്ള കുറച്ച് തീർന്ന സാധനങ്ങൾ. പിന്നെ ഉള്ളത് കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ പച്ചക്കായി, ക്യാരറ്റ്, ഉള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ എടുത്ത് റീഫിൽ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് റീഫില്ലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായി. നമുക്കിനി അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അടുക്കളയിലുള്ള പരിപാടികളൊക്കെ ഒരുവിധം കൊണ്ട് ഒതുങ്ങി എന്ന് പറയാം. നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട്. അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നമ്മളെ മെനു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയ്യോ അത് തീർന്നു പോയല്ലോ എന്നുള്ള ആ ഒരു പ്രശ്നം വരില്ല. നമ്മളെ കയ്യിൽ കുക്ക് ചെയ്യാൻ എന്താണോ വിചാരിച്ചത് അതിനുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ റെഡി ആണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിന് ടൈമിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് സംഗതികൾ ഉണ്ടാക്കണത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നല്ലൊരു മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ. മീൽ പ്ലാനിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മിണ്ടണ്ട, ഈ മീൽ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയത്തിനെ പറ്റിയൊക്കെ എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വാതോരാണ്ട് അങ്ങോട്ട് ഞാൻ പറയും.
അതിന് കാരണമുണ്ട്. ഏറ്റവും കൂതറയായിട്ട് ജീവിച്ച ഞാനും അത് കഴിഞ്ഞിട്ട് മീൽ പ്ലാനൊക്കെ വെച്ച് നല്ല രീതിയിൽ ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിച്ച ഞാനും രണ്ടാളും എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ടിൻ്റെ വ്യത്യാസം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിരിക്കണം കേട്ടോ. മീൽ പ്ലാനിങ്ങിനെ പറ്റിയിട്ടും മീൽ പ്ലാനിങ്ങിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും എങ്ങനെയാണ് ഒരു ബിഗിനർക്ക് മീൽ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇഷ്ടം പോലെ 1-2 വീഡിയോ അല്ല ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നമ്മളെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി നോക്കിയാൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം കേട്ടോ. പിന്നെ ഈ പ്ലാനിങ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പിന്നെയും നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ആ ഇഷ്ടമുള്ള താല്പര്യമുള്ളവർ ആ പ്ലേലിസ്റ്റിൽ ഒന്ന് പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറികളാണെങ്കിലും ഗ്രോസറീസ് ആണെങ്കിലും ഒക്കെ റീഫിൽ ചെയ്യേണ്ടതൊക്കെ റീഫിൽ ചെയ്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇനിയുള്ള നമ്മളെ കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഏലക്കായ ഒന്ന് പൊടിച്ച് വെക്കുക, കുരുമുളക് പൊടി ഉണ്ടോ നോക്കിയിട്ട് കുരുമുളക് ഒന്ന് പൊടിച്ച് വെക്കുക, പിന്നെ അങ്ങനത്തെ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊടിക്കാനുള്ള ചില്ലി ഫ്ലേക്സ് അതൊന്ന് വറുത്തിട്ട് ചില്ലി ഫ്ലേക്സ് ആയിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യണ സംഗതികളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുള്ള സമയത്ത് മിക്സീൻ്റെ ജാർ എടുത്ത് അത് കഴുകി അത് റെഡിയാക്കി കുറച്ച് പൊടിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് മിക്സി പിന്നെയും കഴുകി അതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് എടുക്കുക, പൊടി അങ്ങോട്ട് ഇടുക, സാധനം കൊണ്ട് തിരിച്ച് വെക്കുക, എത്ര പണിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മെയിനായിട്ട് വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ടൈം സേവിങ് ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണത്. വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ എന്തൊക്കെയാണ് ടൈം സേവ് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് വെക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഒരു കണ്ടന്റ് വീഡിയോ പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരോ വീഡിയോസായിട്ട് ടൈം കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് അറിയണ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടന്റ് വീഡിയോ പോലെ വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോരോ വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയുള്ളത് ഇതാ കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെച്ച് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് ഞാനിപ്പം ചെയ്യലില്ല, കുറച്ചായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. ഇവിടെ ശിഖമോക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് പിടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ ചെയ്ത് വെക്കലില്ല. പിന്നെ തേങ്ങ അരച്ച് വെക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ തേങ്ങ അരച്ച് വെക്കലില്ല, തേങ്ങ ചെറിയ വെക്കലുണ്ട്. അപ്പോൾ ഇപ്പം തേങ്ങ ചെരേണ്ട ആവശ്യമില്ല, കുറച്ച് തേങ്ങ ബാക്കിയുണ്ട്. അത് തീരുന്നതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുക. അത് ഞായറാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം അങ്ങനെയുള്ള ഒരു ദിവസം വെച്ചിട്ടല്ല, എപ്പോഴാണോ ആ തേങ്ങ ചെറിയ വെച്ചത് തീരുന്നത് അപ്പോൾ പിന്നെ തേങ്ങ ചിരയണ സമയത്ത് കുറച്ച് ദിവസത്തേക്കും കൂടി ചിരകി വെക്കുകയാണ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ തേങ്ങയൊക്കെ ഉരിച്ച് ഒരു 3-4 തേങ്ങയൊക്കെ ഉരിച്ച് കൊണ്ടേ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് നമ്മളുള്ള അടുത്ത നെക്സ്റ്റ് ഡേയിലേക്കുള്ള ആ ഒരു മീൽ പ്ലാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ 2 ആഴ്ചത്തേക്ക് ഒരു മീൽ പ്ലാൻ നമ്മൾ റഫായിട്ട് റെഡിയാക്കി വെച്ചല്ലോ. അപ്പോൾ അതിന് നോക്കിയിട്ട് ഏതാണോ അടുത്ത ദിവസത്തേക്കുള്ളത് വേണ്ടത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് എഴുതിയതാണ്. അങ്ങനെ നമ്മളെ രാത്രിയിലെ ഭക്ഷണം കഴിപ്പും കഴിഞ്ഞ് നമ്മൾ ആ ഒരു കലാശക്കൊട്ട് കഴിഞ്ഞ് പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കലും അങ്ങനത്തെ ക്ലീനിങ് പരിപാടികൾ കലാശക്കൊട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും കുതിർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക. അടുക്കള അങ്ങോട്ട് അടച്ച് പൂട്ടുക എന്നുള്ള പരിപാടിയാണ്. കയ്യിലെടുക്കാൻ രണ്ടപ്പം സംഗതി അടക്കം ശിഖമോളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഓക്കെ ആക്ഷൻ സോങ് ആണ് നാളെ, അതിൻ്റെ മത്സരം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടി പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും ചെറിയ മക്കളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ ചില സമയം ആ ഓഡിയൻസിനെയൊക്കെ കാണുന്ന സമയത്ത് ചില സമയം പഠിച്ചതൊക്കെ മറന്നു പോകും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ അതൊരു രസമാണ്, ഓരോ കളിയൊക്കെ കാണാൻ അതിലും ഒരു രസമുണ്ടല്ലോ. അപ്പം അങ്ങനെ ആക്ഷൻ സോങ് ഞങ്ങൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാണ്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ മൂപ്പര്. അപ്പം ഞാനും വിചാരിക്കും പ്രൈസ് കിട്ടുന്നതിലല്ലല്ലോ കാര്യം, നമ്മൾ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ടുള്ള ആ ഒരു പേടി മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ വലിയൊരു കാര്യമില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയി ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.